സ്പെയിനിലെ സഭയെ ഉന്മൂലനം ചെയ്യാൻ മതവിദ്വേഷികൾ നടത്തിയ ക്രൂരവേട്ടയിൽ രക്തസാക്ഷികളായ 14 ഫ്രാൻസിസ്കൻ സന്യാസികളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള സഭാ നടപടികൾ ആരംഭിച്ചു. പീഡകളും നിഷ്ഠൂരതയും മാനസിക വ്യഥയും നേരിടുമ്പോഴും വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുനിന്ന മരിയ ഡെൽ കാർമൻ ഉൾപ്പെടെ 14 കന്യാസ്ത്രീകളെ വാഴ്ത്തപ്പെട്ടവരാക്കി. മാഡ്രിഡിലെ സാന്താ മരിയ ലാറിൽ ഡെല്ല അൽമദുന കത്തീഡ്രലിൽ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കുന്ന ദിവ്യബലിക്ക് കർദിനാൾ ആഞ്ചലോ ബെച്ചൂയി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ലക്കാബ ആൻഡിയ ഉൾപ്പെടെ 14 അമലോത്ഭവ മാതാവിൻ്റെ ഫ്രാൻസിസ്കൻ സഭാംഗങ്ങളാണ് വിശുദ്ധ പദവിയിലേക്ക് ഉയരാൻ പോകുന്നത്. അവർ ചുണ്ടുകൾ കൊണ്ട് പ്രഘോഷിച്ച സത്യം ജീവൻ കൊണ്ട് മുദ്രവച്ചു. വിശ്വാസവും പ്രതീക്ഷയും പരോപകാരവും കൊണ്ട് അവർ ക്രിസ്തുവിൻ്റെ രക്തസാക്ഷിത്വത്തിൽ പങ്കുകാരായി. അമലോത്ഭവ മാതാവിൻ്റെ സന്യസ്തരായ ഇവർ മാഡ്രിഡ്, എൽപാർദോ, എസ്കലോന എന്നിവിടങ്ങളിലെ സഭാ സമൂഹത്തിലുള്ളവരാണ്. കത്തോലിക്ക സമൂഹത്തിന് നേരെ ആയുധമേന്തി ആസൂത്രിതമായ ഭീകരാക്രമണം നടത്തിയ സംഘമാണ് ഇവരെ വധിച്ചത്. വ്യത്യസ്ത സമയത്തും സ്ഥലത്തുമായിരുന്നു ആക്രമണങ്ങൾ. പക്ഷേ അവരത് ദൈവത്തെ പ്രതി സമചിത്തതയോടെ നേരിട്ടു. മാഡ്രിഡിലെ മഠം ആക്രമിച്ച ഭീകരർ കന്യാസ്ത്രീകൾ മരിക്കട്ടെ എന്നാക്രോശിച്ചപ്പോൾ ക്രിസ്തുരാജൻ നീണാൾ വാഴട്ടെ എന്നായിരുന്നു കന്യാസ്ത്രീകളുടെ പ്രത്യുത്തരം. എൽപാർദോ കന്യാസ്ത്രീ മഠം ആക്രമിച്ചപ്പോൾ അവർ മറ്റൊരു ഭവനത്തിൽ അഭയം തേടി. അവിടെ എത്തിയ കൊലപാതകികൾ നിങ്ങൾ കന്യാസ്ത്രീകളാണോ എന്ന് ചോദിച്ചു. മറുപടി അവർക്ക് മരണം സമ്മാനിക്കുമെന്നറിഞ്ഞിട്ടും അവർ ദൈവത്തിൻ്റെ കൃപയാൽ അതെ എന്നുത്തരം നൽകി. എസ്കലോണയിൽ വിശ്വാസം ഉപേക്ഷിക്കാൻ നിർബന്ധിച്ച് അവരെ മാഡ്രിഡിലെ സുരക്ഷാ ജനറലിൻ്റെ അടുത്തേക്ക് വിട്ടു. ചെറുപ്പക്കാരായ കന്യാസ്ത്രീകളെ പേടിപ്പിച്ച് പിന്മാറ്റാനായി 2 മുതിർന്ന സിസ്റ്റർമാരെ ഇരുണ്ട ഇടവഴിയിലേക്ക് നയിക്കുകയും അവരെ ദ്രോഹിക്കുകയും വെടിവെക്കുകയും ചെയ്തു. അവരുടെ പ്രവൃത്തികൾ പ്രതിജ്ഞയോടുള്ള തീവ്ര വിശ്വാസത്തിൽ ദൃഢമായിരുന്നുവെന്ന് തെളിയിക്കുന്നുവെന്നും ക്രൂരത കാണിച്ചവരോട് തെല്ലും വെറുപ്പ് കാണിച്ചില്ലെന്നും ഇവരെക്കുറിച്ച് ലഭിച്ച എല്ലാ വിവരണങ്ങളും വ്യക്തമാക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന TV.